നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഞണ്ട് കറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു പച്ചമണൽ മാറി വന്നതിനാൽ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് നിറയെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിനാൽ നല്ല ക്ലീനാക്കി വെച്ച് ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചധികം തന്നെ ഞണ്ട് എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ 10 മിനിറ്റ് ശേഷം നന്നായിട്ട് തന്നെ ഞണ്ടെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇനി അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.